സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല, കാര്യം കുറച്ച് പേഴ്സണലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ ഡൗട്ടായി. കാരണം വാട്സപ്പ് ഒക്കെ ഇങ്ങനെ ഇപ്പോൾ DP ആണല്ലോ. ഇനി പെണ്ണ് തന്നെയാണോ അത് നമ്മളിനി വല്ല പറ്റിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ട് സംസാരിക്കാം. ചേട്ടാ, ഒരു ഡബിൾ ഓംലേറ്റ് പെട്ടെന്നോണോ കേട്ടാ. സാറേ, അവിടെ നിന്ന് സൂക്ഷിച്ചാൽ മതി. ചില കാര്യങ്ങളിൽ അവളുടെ കയ്യിൽ നിന്ന് പോകാതിരുന്ന വേറെ സീനൊന്നുമില്ല. കയ്യിൽ നിന്ന് പോകാതിരുന്ന അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാ, അവളിപ്പോഴും അവിടെ വരാറുണ്ടല്ലേ? അവൾക്ക് ഏകദേശം അവൾ ഇഷ്ടപ്പെട്ട മട്ട. താനൊന്ന് ഓർത്ത് നോക്കി, അവളെന്തെങ്കിലും കാര്യം ചെയ്യരുതെന്നോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതന്നെ ചെയ്തു നോക്ക്. അവളെ രക്തരക്ഷിക്കാവുന്നതാണ്. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ പറയണേ? ഇതെല്ലാം തുടങ്ങുന്നത് ഞാനെന്നാ ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ്. അതിൽ ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ ലിവർ വലിച്ചപ്പോൾ പൊങ്ങി വന്നത് ആദ്യം മുറിഞ്ഞൊരു തലയാണ്. ഇത് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇത് കേട്ട ആരും ഇന്ന് ജീവനോടില്ല സാറേ. എന്താ അവൻ്റെ പേരെന്ന് പറഞ്ഞത്? അരുൺ. എടാ, ഞാൻ പറയുന്നതിനേക്കാൾ വലുതാണ് ഈ പറയുന്ന സത്യം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ നിന്റെ ഫാമിലി താമസിയാതെ മനസ്സിലാക്കും. എവിടെ 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 കണ്ണ് കിട്ടണില്ല. എവിടെ? ആ അരൂര്. അരൂരെത്തിയ ബാലകൃഷ്ണ, അരൂരെ നമ്മളെ പാർട്ടി പ്രവർത്തകരെ വിളിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി. അവൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ കയറിയാൽ അന്വേഷിക്കണം. അതെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ പോണ എൻ്റെ മുണ്ടാടോ ഇത്. നീ എവിടെ തപ്പണത്? എന്താ തപ്പണത്? ഇത് പാലിന്റെ മേത്ത വെച്ചാണേ. മേത്തല്ല, നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് കാലിൻ്റെ
ആദ്യം നമ്മളെ പാർട്ടിക്കുള്ള ചുട്ടികളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം, ഒക്കെ ഒന്ന് മണത്ത് പിടിക്കണം. എപ്പടി ഇതേ പോണ നീല വര ഇതാ കണ്ട കണ്ട. ആ നീ എങ്ങനെ പോണേ? അർജന്റ് കാര്യം സാറേ. അർജന്റാ? നിനക്കും അർജന്റാ? ഈയിടെയായിട്ട് ഇവൻ ഇങ്ങോട്ടും അധികം കാണുന്നില്ലല്ല. എന്താ ചുട്ടികളുണ്ടോ? ഇത് സാറേ ഇവന്റെ മേത്ത് അടിച്ചു കയറ്റണില്ലേ? കേട്ടാലോ? കോടതിയിലിടാൻ ഏറ്റവും നല്ലത് ഇതല്ല. അവിടെ വെച്ച് മുകളിലങ്ങനെ നോക്കാം. മുകളിലങ്ങനെ നോക്കാം. മുകളിൽ ഇവിടെ നല്ലതൊന്നുമില്ല. അപ്പുറത്തെ സൈഡിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നീ സൈഡ് നോക്കാം. ആ ഒരു 10 ഷർട്ട് എടുത്താൽ 10 ഉണ്ട്. നോക്കുന്ന എന്താ എന്റെ പരിപാടി? കുറെ നേരമല്ലേ എനിക്ക് പോസ്റ്റ് വരുന്നു. എല്ലടാ പോടാ പോ. ഒരു മിനിറ്റ്. നീ ആരോട് വെച്ചിട്ടാ ഫോട്ടോ ഇട്ടേ? ഈ ആ താനെടുത്ത് നമ്മുടെ ഫോട്ടോ അല്ലേ? എടാ അത് ഞാൻ അന്ന് എടുത്ത് നിന്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാ, അല്ലാണ്ട് മൊത്തം നാട്ടുകാരെ പ്രദർശിപ്പിക്കാനല്ല. നിനക്കെന്താ ബോധമില്ലേ? നീ ആ ഫോട്ടോ നോക്ക്, നിന്റെ റൂമിൽ കട്ടിൽ ഒരുമിച്ച്. എടാ എനിക്കൊരു പ്രൈവസി ഉണ്ട്, നിനക്കും ഉണ്ട്. ലോകത്ത് എല്ലാവർക്കും അതാണ് വേണ്ടത്. ഡേ കളഞ്ഞല്ല പ്രശ്നം തീർന്നില്ലേ? തീർന്നോ? എടാ തീർന്നോ? തീർന്നോടാ പ്രശ്നം? നിന്നെ കണ്ട നാളെ തൊട്ടിട്ട് ഞാൻ പേടിച്ചാ നിൽക്കുന്നത്. എന്തിന്? നമ്മൾ കമ്പനിയാണ്, നീ എന്നെ നോക്കുന്നുണ്ട്, ഇതൊക്കെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ? രണ്ടുപേരുണ്ട്. എന്റെ അനുവാദം ഇല്ലാതെ എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നിനക്ക് തോന്നുന്നൊക്കെ നീ ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞോളൂ. നീ ഒന്നും എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലേ? നാട്ടിലും വീട്ടിലും. ഇനി എന്താ വേണ്ടേ? ഞാൻ നാട് വിട്ടു പോണം. നീ മാറണല്ല, എന്റെ കൺമുമ്പ് കണ്ടുപോരുത്. നീയാണോ ഫോട്ടോ എടുത്ത്? പിന്നെ എന്തിനാ എടുത്തത്? എങ്ങൂല്ലാത്ത പ്രൈവസി ഉള്ളത് നിനക്ക്? നീ ലോകത്ത് എന്താണ് നിനക്ക് മാത്രം പക്ഷെ എനിക്കറിയണം എന്താണ് എന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? അതെന്തിനാണ്? അത് നാളെ നേരത്തെ ഇറങ്ങണേ. ഓക്കെ. ആ ജോല ആ ബാഗ്. അയ്യോ. ഇത് എന്ത് ബാഗാ? നല്ല ബാഗ് തൂച്ചിരുന്നോ? ഓ വേണ്ട, കുഴപ്പമില്ല, നാളെ കാണാം. ശരി. ശരി. നമുക്ക് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലോ? ഞാനില്ല, കാലത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. രാവിലെ നേരത്തെ പോവാം. കാലത്ത് എനിക്ക് പഞ്ചായത്തിൽ പോകണം. 6:30 പഞ്ചായത്ത്. എന്താ പറ്റിയേ?